സായികുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സായി, ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ LDF അല്ലെങ്കിൽ മണ്ഡലത്തിലെ മറ്റു മുന്നണികൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്നതാണ്. കാരണം പാലക്കാട് ആദ്യം തൊട്ടേ ഇത്തരത്തിൽ പണം നൽകുന്നു എന്നുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നിരുന്നു. അപ്പോൾ നിഴലല്ല, നേർചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സായി, ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ മറ്റൊരു വാദം എന്നുള്ളത് ഇത് മഹാരാഷ്ട്രയിൽ വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ വല്യമ്മയ്ക്ക് പണം നൽകുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ കണ്ടതെന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കുട്ടിയാണോ, മണ്ഡലത്തിലുള്ള ആളല്ല എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് സിമി വന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം BJP നേതാക്കളുമായുള്ള ഉന്നത ബന്ധം ഇനി എങ്ങനെ പ്രതിരോധിക്കും BJP? കീർത്തന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വാക്കുകൾ, അതായത് ആ സമയത്ത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന് ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പറഞ്ഞതുമാണ്. അതായത് ഇതിൽ പണം കൈമാറിയിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ അവർ അവിടെ സമ്മതിക്കുന്നുണ്ട്. അവരുടെ വല്യമ്മയ്ക്കാണ് കൊച്ചുമകൾ കൊടുത്ത ഒരു സമ്മാനം എന്ന രീതിയിൽ ആ വാഹനത്തിൽ വെച്ച് ശോഭാ സുരേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, തൻ്റെ വാഹനത്തിൽ അങ്ങനെ ഒരാളുണ്ടായിട്ടില്ല, അതൊക്കെ നിഴലാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വൈരുദ്ധ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ശോഭാ സുരേന്ദ്രനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ അത് പൊളിച്ചെടുക്കാൻ ഇന്ന് എല്ലാ മാധ്യമങ്ങൾക്കും കഴിയുകയും ചെയ്തിരുന്നു. അത് ആ വാഹനത്തിലുള്ള ശബ്ദമടക്കം സംരക്ഷണം ചെയ്തുകൊണ്ട് നമ്മളടക്കം കാണിച്ചതുമാണ്. ഇപ്പോൾ ആ വീഡിയോ എടുത്ത ആ പ്രദേശത്തുകാരൻ തന്നെയായ കോൺഗ്രസ് നേതാവ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ സ്ത്രീ? ആ വീട്ടിലേക്ക് കയറിപ്പോയ അവരെ നന്നായി അറിയാവുന്ന, ആ വീട്ടുകാരെ എത്രയോ വർഷങ്ങളായി അറിയാവുന്ന ആൾ തന്നെയാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്, ഇവരെ പിന്തുടർന്ന് ആ വീഡിയോ ചിത്രീകരിക്കുന്നത്. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, നിശബ്ദ പ്രചാരണ സമയത്ത് ഇങ്ങനെ മണ്ഡലത്തിലുള്ള ആൾ എങ്ങനെയാണ് ഈ പ്രദേശത്തേക്ക് വന്നത്, ഇത് തെറ്റല്ലേ ഇങ്ങനെ പണം കൈമാറുന്നത് എന്നൊക്കെ ആ വീഡിയോയിൽ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വലിയ രീതിയിൽ ക്ഷോഭിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള അവർക്കൊപ്പമുള്ള ആളുകളൊക്കെ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ് എന്ന് തെളിയിക്കുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങൾ. ആ സമയത്ത് തന്നെ ഈ സിമി ആരാണ്, ഇതുവരെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിൽ പൊതു രീതിയിൽ അങ്ങനെ വന്നു കണ്ടിട്ടില്ല, പക്ഷേ BJP സർക്കിളുകളിലെ പ്രധാനിയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ചിത്രങ്ങൾ അതിനുശേഷം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കേന്ദ്ര നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ, ഇപ്പോഴിതാ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെയുള്ള ചിത്രങ്ങൾ വരുന്നപ്പോൾ ചെറിയൊരാളല്ല, ഉന്നത സ്വാധീനമുള്ള രാഷ്ട്രീയ നേതൃത്വവുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാൾ തന്നെയാണ് സിമി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനുമായി ഇപ്പോൾ സംസാരിച്ചു പോകുന്ന സിമിയുടെ ചിത്രം എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാന്റെ ഭാഗമായിട്ട് തന്നെയാണ്, ഒരു പാർട്ടി തന്നെ നിയോഗിച്ചതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വെറുമൊരു പ്രവർത്തകയായിട്ടല്ല സിമി അവിടെ വന്നത്, നേതൃത്വത്തിന്റെ തന്നെ ആളായിട്ടാണ് വന്നത് എന്ന് സംശയിക്കേണ്ടി വരും. സ്വാഭാവികമായും സിമി പണം കൈമാറിയോ എന്നതിന് അവർ തന്നെ ഇനി ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരും. അന്വേഷണം ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതിയെ കാണുന്നു. ഇന്ന് വളരെ പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് അവിടെ എത്തി പരാതി പരിശോധിച്ചു, പോലീസ് എത്തി. അതിനുശേഷം ജില്ലാ കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. DGPയുടെ അടക്കം പ്രതികരണം നമ്മൾക്ക് ലഭിച്ചിരുന്നു. നമ്മളോട് തന്നെ DGP പറഞ്ഞതാണ്, ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നതെന്ന്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് പോലീസ് സംവിധാനമുള്ളത്, അതേ ഗൗരവത്തിൽ തന്നെ പോലീസ് അതിനെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഉന്നത ബന്ധവും ആ ബന്ധത്തിന്റെ സ്വാധീനത്താലാണോ പാലക്കാട് ഒരു ചുമതല എന്ന രീതിയിൽ തന്നെ സിമി എത്തിയത്, അവർ അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പണം കൈമാറി എന്ന ആരോപണം, അതൊക്കെ വിശദമായി തന്നെ ഇഴകേറി പരിശോധിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ അവർക്ക് ഒരുപക്ഷെ കുരുക്കാകുന്ന ഇനി മറ്റു മണ്ഡലങ്ങളിലേക്കും ഇതേപോലെ ഇവർ പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും. അതോ പാലക്കാട് ഒരു പ്രത്യേക ചുമതല, BJP സംബന്ധിച്ച് അവരുടെ A ക്ലാസ് മണ്ഡലമാണ്, അവർ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നൊരു മണ്ഡലം കൂടിയാണ്. അവിടെ ഏത് വിധേനയും ചെറിയ ഭൂരിപക്ഷത്തിന് അവർക്ക് ഒരു തവണ നഷ്ടപ്പെട്ട ഒരു മണ്ഡലം, അതുകൊണ്ട് ഏത് വിധേനയും അത് പിടിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള സംശയം ഇപ്പോൾ വലിയ രീതിയിൽ ബലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധനയായിരിക്കും ഇനി നടക്കുക. ശരി, പാലക്കാട്ടെ വോട്ടിന് പണം എന്നുള്ള ആരോപണത്തിൽ ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന സിമി സജീവിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സംസ്ഥാന നേതാക്കൾ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും BJP വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്.